രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നിട്ട് ഒരു മാസം കഴിഞ്ഞു. പുതിയ സർക്കാരുണ്ടായി. പാർലമെൻറ്റിൻ്റെ ആദ്യത്തെ സമ്മേളനത്തെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്തു. അതിന് നന്ദി അറിയിക്കുന്ന പ്രമേയത്തിന്മേലുള്ള ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചപ്പോൾ നടത്തിയ പരാമർശങ്ങളുടെ പേരിൽ പുതിയ കേസുകളും ഉണ്ടായി. ഹിന്ദുക്കളെയും സനാതനധർമ്മത്തെയും അവഹേളിക്കുന്നതും ഹിന്ദു ദൈവങ്ങളുടെ ചിത്രം ആദരവില്ലാതെ പ്രദർശിപ്പിക്കുന്നതുമാണെന്ന് ആരോപിച്ചാണ് ബീഹാറിൽ മാത്രം 2 കേസുകളുണ്ടായത്. ഭാരതീയ ന്യായ സംഹിതയിലെ 299, 302 വകുപ്പുകൾ പ്രകാരമുള്ള പരാതി കോടതിയിലാണ് നൽകിയത്. ആ കോടതി ആ പരാതി സ്വീകരിച്ച് തുടർ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. ജൂലൈയിൽ വാദം തുടങ്ങും എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ കഴിഞ്ഞ ലോക്സഭയിൽ ഇടക്കാലത്തേക്ക് അദ്ദേഹത്തെ സഭാംഗത്വത്തിൽ നിന്ന് അയോഗ്യനാക്കിയിരുന്നു. മോദി എന്ന പരാമർശത്തിന്മേലുള്ള നിയമ നടപടികൾ, മോദി എന്ന നരേന്ദ്രമോദിയെക്കുറിച്ചും ലളിത് മോദിയെക്കുറിച്ചുമൊക്കെ അദ്ദേഹം പറഞ്ഞത് മോദി എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ അപകീർത്തിപ്പെടുത്തുന്നതാണ് എന്നാരോപിച്ചുകൊണ്ടുള്ള ക്രിമിനൽ മാനനഷ്ട കേസാണ് അദ്ദേഹത്തിൻ്റെ സഭാംഗത്വം നഷ്ടമാകുന്ന വിധിയിലേക്ക് നയിച്ചത്. അത് ആ ഒരു കേസിൽ മാത്രമല്ല, ഇതേ ചൊല്ലി മറ്റു പല കേസുകളുണ്ട്. 1-2 കേസുകൾ വേറെയുണ്ട്. അതിന്മേലൊക്കെ തുടർ നടപടികൾ ഇപ്പോഴും നടക്കുകയാണ്. അതുപോലെ അമിത്ഷാ, നരേന്ദ്രമോദി, സവർക്കർ തുടങ്ങിയ നേതാക്കൾക്ക്, RSSന് ഒക്കെ എതിരെ നടത്തിയ പരാമർശങ്ങളുടെ പേരിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 12 ക്രിമിനൽ മാനനഷ്ട കേസെങ്കിലും രാഹുൽ ഗാന്ധിയുടെ പേരിൽ രാജ്യത്ത് പല ഭാഗത്തായിട്ടുള്ള കോടതികളിലുണ്ട്. ബ്രിട്ടീഷ് സർക്കാരിന് പലകുറി മാപ്പപേക്ഷ നൽകിയ സവർക്കറെക്കുറിച്ച് പരാമർശിച്ചതിനാണ് ഒരു കേസ്. മാപ്പപേക്ഷകളുടെ പകർപ്പ് സുലഭമായിട്ട് പൊതുയിടത്തിൽ ലഭിക്കുമ്പോഴാണ് രാഹുലിൻ്റെ മേലുള്ള ക്രിമിനൽ മാനനഷ്ട കേസ് സാധുവായിട്ട് നിലനിൽക്കുന്നത്. രാഹുലിൻ്റെ കാര്യം അങ്ങനെ നിൽക്കട്ടെ. മറ്റൊരാൾ ദയാനിധി മാരനാണ്. രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കേണ്ടതാണ് സനാതനധർമ്മം എന്ന പ്രസംഗത്തിൻ്റെ പേരിൽ DMK നേതാവ് ദയാനിധി മാരൻ്റെ പേരിൽ ഉത്തർപ്രദേശ്, കർണാടക, ബീഹാർ, ജമ്മു കാശ്മീർ, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെ അവിടുത്തെ കോടതികളിലൊക്കെ കേസുണ്ട്. ഈ പരാമർശത്തെ മദ്രാസ് ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചു. മന്ത്രിസ്ഥാനത്ത് നിന്ന് തൽക്കാലം മാറി നിൽക്കേണ്ടതില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് മദ്രാസ് ഹൈക്കോടതി പറഞ്ഞത്. ബാക്കിയൊക്കെ കുഴപ്പമാണ് എന്ന് മദ്രാസ് ഹൈക്കോടതി പറഞ്ഞു. ഈ പല സംസ്ഥാനങ്ങളിലായിട്ടുള്ള കേസുകളാകുമ്പോൾ അവിടെയൊക്കെ കോടതികളിൽ പോകണം. അത് ഒഴിവാക്കാൻ വേണ്ടി ഈ കേസുകൾ ഒരുമിച്ച് ഒരിടത്ത് പരിഗണിക്കാൻ നിർദ്ദേശിക്കണം എന്നാവശ്യപ്പെട്ട് ദയാനിധി മാരൻ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. സുപ്രീം കോടതി ആ ഹർജി തള്ളിക്കളഞ്ഞു. നിങ്ങൾ പറഞ്ഞതിൻ്റെ പ്രത്യാഘാതം എന്തെന്ന് നിങ്ങൾക്കറിയില്ലേ എന്ന് കർശനമായി ചോദിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി അദ്ദേഹത്തിൻ്റെ ദയാനിധി മാരൻ്റെ ഹർജി തള്ളിയത്. രാഹുൽ ഗാന്ധിയുടെ ഇപ്പോഴത്തെ കേസുകൾ, പഴയ കേസുകൾ, ദയാനിധി മാരൻ്റെ കേസ്, ഇതൊക്കെ പറഞ്ഞതിന് മറ്റൊരു കാരണമുണ്ട്. ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത്, അതിൻ്റെ പ്രചരണം നടക്കുന്ന കാലത്ത് BJP നേതാവ് നരേന്ദ്രമോദി നടത്തിയ പ്രസംഗങ്ങൾ നമുക്കൊന്നെടുക്കാം. മോദിക്ക് ഗ്യാരണ്ടി മാത്രമല്ല, അദ്ദേഹം പല ഘട്ടങ്ങളിലായി പല സംസ്ഥാനങ്ങളിൽ നടത്തിയ തെരഞ്ഞെടുപ്പ് റാലികളിൽ വർഗീയ വിദ്വേഷം വമിപ്പിക്കുന്ന, രാജ്യത്തെ വിവിധ വിഭാഗങ്ങൾക്കിടയിൽ വൈരം വളർത്താൻ ഒരുപക്ഷേ കാരണമായേക്കാവുന്ന കടുത്ത പരാമർശങ്ങൾ അദ്ദേഹം നടത്തിയിരുന്നു. അതിൽ ഏറ്റവും പ്രധാനം രാജസ്ഥാനിലെ ബൻസ്വാഡയിൽ നടത്തിയതാണ്. അതൊന്ന് കേട്ടിട്ട് വരാം. तो मुझसे छीनने की बात कर रहे हो अपने मैनिफेस्टो में? गोल ले लेंगे, सबको वितरित कर देंगे. और पहले जब उनकी सरकार थी उन्होंने कहा था कि देश की संपत्ति पर पहला अधिकार मुसलमानों का है. इसका मतलब ये संपत्ति इकट्ठी करके किसको बांटेंगे? जिनके ज्यादा बच्चे हैं उनको बांटेंगे. घुसपैठियों को बांटेंगे. क्या आपकी मेहनत की कमाई का पैसा घुसपैठियों को दिया जाएगा? आपको मंजूर है ये कांग्रेस का मैनिफेस्टो कह रहा है कि वो माताओं बहनों का सोने का हिसाब करेंगे, उसकी जड़ती करेंगे, जानकारी लेंगे और फिर उस संपत्ति को बांट देंगे. അദ്ദേഹം പറഞ്ഞതിന്റെ ചുരുക്കത്തിലേ ഉള്ളൂ. രാജ്യത്തെ പ്രകൃതി വിഭവങ്ങളുടെ പ്രഥമ ഉടമസ്ഥാവകാശം മുസ്ലിങ്ങൾക്കാണെന്ന് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സർക്കാരിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നയാൾ, ഡോക്ടർ മൻമോഹൻ സിംഗിനെ കുറിച്ചാണ് പറയുന്നത്. പ്രധാനമന്ത്രിയായിരുന്നയാൾ പറഞ്ഞു വന്ന അവാസ്തവം, അതാണ് അദ്ദേഹം ആദ്യം പറയുന്നത് നരേന്ദ്രമോദി. അത് പറഞ്ഞതിന് ശേഷം കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഹിന്ദുക്കളുടെ സ്വത്തിന്മേലുള്ള അവകാശം മുസൽമാന്മാർക്ക് നൽകും എന്നാണ് കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ പറയുന്നത് എന്ന് മോദി പറഞ്ഞിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം മുസൽമാന്മാരെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: നുഴഞ്ഞുകയറ്റക്കാർക്കും കൂടുതൽ കുട്ടികളുള്ളവർക്കും എന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. അവർക്ക് ആണ് ഈ സ്വത്തിൻ്റെ അവകാശം കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ കൊടുക്കുക എന്ന് പറയുന്നു. അതിനുശേഷമുള്ള ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത്
കോൺഗ്രസ് ഹിന്ദു സ്ത്രീകളുടെ മംഗല്യസൂത്രം കവർന്നെടുത്ത് മുസ്ലിങ്ങൾക്ക് നൽകും എന്നാണ്. പിന്നീട് പറയുന്നത് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ രാജ്യത്തിൻ്റെ ദേശീയ ക്രിക്കറ്റ് ടീമിനെ മതാധിഷ്ഠിതമായി തിരഞ്ഞെടുക്കും എന്നാണ്. വേറെടുത്ത് അദ്ദേഹം പ്രസംഗിച്ചത് ഇന്ത്യ മുന്നണിയുടെ നേതാക്കൾ ശ്രാവണ മാസത്തിൽ മാംസം കഴിക്കുന്നവരാണ് എന്നിങ്ങനെയാണ്. ഇത് സാമ്പിളുകൾ മാത്രമാണ്. ഇനിയുണ്ട് അദ്ദേഹം ഈ കാലത്ത് നടത്തിയ കൃത്യമായ വർഗീയ അംശങ്ങളുള്ള വിദ്വേഷം ജനിപ്പിക്കുന്ന വിധത്തിലുള്ള വിവിധ വിഭാഗങ്ങൾക്കിടയിൽ വൈരം വളർത്താൻ സാധ്യതയുള്ള പ്രസംഗങ്ങൾ അത് വേറെയുണ്ട്. അപ്പോൾ ഇത്തരം പ്രസംഗങ്ങൾ വന്നു കഴിഞ്ഞാൽ നിയമപരമായ നടപടി സ്വീകരിക്കേണ്ടതല്ലേ എന്ന ചോദ്യമുണ്ട്. നിയമപരമായി സ്വീകരിക്കാവുന്ന നടപടികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാൽ തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ആദ്യം പരാതി കൊടുക്കുക. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മാതൃകാ പെരുമാറ്റച്ചട്ടത്തിൻ്റെ ലംഘനമാണ് ഇത് എന്ന് കാണിച്ചുകൊണ്ട് പ്രതിപക്ഷ മുന്നണിയായ ഇന്ത്യയിലെ പല പാർട്ടികളും പരാതി നൽകി. മാർഗനിർദ്ദേശക മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് അതിൻ്റെ മാതൃകാ പെരുമാറ്റച്ചട്ടത്തിലെ ആദ്യ വാചകത്തിൽ പറയുന്ന കാര്യം തന്നെ വിവിധ വിഭാഗങ്ങൾക്കിടയിൽ വൈരം വളർത്തുന്ന വിധത്തിൽ വിദ്വേഷം വളർത്തുന്ന വിധത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തരുത് എന്നാണ്. അതിൻ്റെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി പരാതി കൊടുത്തു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കുറേ കാലത്തിന് ശേഷം ഏതാണ്ട് ഒരു മാസം വൈകിച്ച് പരാതികളൊക്കെ പരിഗണിച്ചു. അവസാനം ഒരു ഉപദേശം BJPയുടെ ദേശീയ അധ്യക്ഷന് നൽകിക്കൊണ്ട് സംഗതി അവസാനിപ്പിച്ചു. ഈ വർഗീയ വിഭജനം നടത്താൻ ലക്ഷ്യമിട്ട് നടത്തുന്ന പ്രസ്താവനകൾ ഉപദേശം കൊണ്ട് തീർക്കാവുന്നതാണോ എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് അന്ന് പലരും ചോദിച്ചിരുന്നു. ഇന്ത്യ മുന്നണിയിലെ വിവിധ പാർട്ടികളുടെ നേതാക്കൾ ചോദിച്ചിരുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്ത തീരുമാനം അത് ശരിയാണോ ഇല്ലയോ എന്ന് തെരഞ്ഞെടുപ്പ് കാലത്ത് ചോദ്യം ചെയ്യുക സാധ്യമല്ല. കാരണം തെരഞ്ഞെടുപ്പ് കാലത്ത് കോടതി ഈ പ്രൊസീജിയറിലൊന്നും ഇടപെടാറില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലെങ്കിലും ചോദ്യം ചെയ്യണേ. പക്ഷെ ആരും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ തീരുമാനം ചോദ്യം ചെയ്യാനായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു സംഘടനകളും ഇതുവരെ തയ്യാറായിട്ടില്ല. പിന്നെയുള്ളൊരു സാധ്യത ഇത്തരം പ്രസംഗങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പോലീസിൽ പരാതി നൽകുക എന്നുള്ളതാണ്. ഡൽഹിയിലെ ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകനായ ഖുർബാൻ അലി അദ്ദേഹം ഹസ്രത്ത് നിസാമുദ്ദീൻ പോലീസ് സ്റ്റേഷനിൽ ഇത് സംബന്ധിച്ചൊരു പരാതി നൽകി. രാജസ്ഥാനിലെ ബൻസ്വാഡ പ്രസംഗം ചൂണ്ടിക്കാണിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ പരാതി കൊടുത്തു. പക്ഷേ പോലീസ് കേസൊന്നും രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായില്ല. അദ്ദേഹം കുറച്ച് ദിവസം വെയിറ്റ് ചെയ്തു. അതിനുശേഷം അദ്ദേഹം ഡൽഹിയിലെ ഒരു കോടതിയെ സമീപിച്ചു. ഞാനിങ്ങനെ ഒരു പരാതി കൊണ്ടുപോയി കൊടുത്തു, പക്ഷേ പോലീസ് നടപടിയൊന്നും സ്വീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. കോടതി ആ ഹർജി ഫയലിൽ സ്വീകരിച്ചു. എന്നിട്ട് പോലീസിനോട് പറഞ്ഞു, ഈ പരാതിയിൽ നിങ്ങൾ എന്ത് തുടർ നടപടിയാണ് സ്വീകരിച്ചത് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഒരു റിപ്പോർട്ട് സമർപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടു. ആ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള സമയമൊക്കെ ഇതിനകം കഴിഞ്ഞു. ജൂൺ 4 മറ്റോ ആയിരുന്നു റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിരുന്നത്. അതിനുശേഷം പക്ഷേ കോടതി എന്തെങ്കിലും ചെയ്തതായിട്ട് റിപ്പോർട്ടുകളില്ല, നമ്മളുടെ അറിവിലുമില്ല. സമാനമായ രീതിയിലുള്ളൊരു പരാതി CPIM എന്ന പാർട്ടി ഡൽഹിയിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ നൽകി. പോലീസുകാർ ആ പരാതി സ്വീകരിക്കാൻ പോലും തയ്യാറായില്ല. കൊടുത്ത വഴി തന്നെ തിരിച്ചു കൊടുത്ത് പറഞ്ഞു വിട്ടു. അപ്പോൾ CPIM എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇമെയിലിൽ ഡൽഹിയിലെ പോലീസ് കമ്മീഷണർക്ക് ഒരു പരാതി അയച്ചു. പരാതി അയച്ചതോടുകൂടെ CPIM ആ പണി അവസാനിപ്പിച്ചു. ആ പരാതി പോലീസ് കമ്മീഷണർ സ്വീകരിച്ചോ എന്നോ അതിന്മേൽ എന്തെങ്കിലും തുടർ നടപടി സ്വീകരിച്ചോ എന്നോ ഒന്നും അന്വേഷിച്ചതായിട്ട് നമ്മൾ അറിയുന്നില്ല. അവരത് ഞങ്ങളിതാ ഇന്നൊക്കെ ചെയ്തു എന്ന് CPIM പറഞ്ഞിട്ടില്ല. പോലീസ് കമ്മീഷണർ കൊടുത്ത പരാതിയിൽ എന്തുകൊണ്ട് നടപടി സ്വീകരിച്ചില്ല എന്ന് ചോദിച്ചുകൊണ്ട് CPIM ഏതെങ്കിലും കോടതിയെ സമീപിച്ചതായിട്ടും അറിവില്ല. ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസും കഴിഞ്ഞ് നിയമപ്രകാരം ഇവരെ ഒന്നും സമീപിക്കാതെ നേരിട്ട് തന്നെ മജിസ്ട്രേറ്റ് കോടതിയിൽ പരാതി നൽകാൻ സാധിക്കും. ഇത്തരം വർഗീയ വിദ്വേഷം വമിപ്പിക്കുന്ന പരാമർശങ്ങളുടെ പേരിൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നേരിട്ട് പരാതി നൽകാം. ഇപ്പോൾ രാഹുൽ ഗാന്ധി അവസാനം നന്ദി പ്രമേയ ചർച്ചയിൽ നടത്തിയ പ്രസംഗത്തിൻ്റെ പേരിൽ അദ്ദേഹം വർഗീയ വിദ്വേഷ പരാമർശങ്ങളൊന്നും ആ പ്രസംഗത്തിൽ നടത്തിയതായിട്ട് ആ പ്രസംഗം കേട്ട ആരും പറയില്ല. അദ്ദേഹം RSSനും BJPക്കും എതിരെയാണ് സംസാരിച്ചത്. ഹിന്ദുക്കൾ എന്ന് പറയുന്നത് RSSൻ്റെയും BJPയുടെയും മാത്രം അവകാശമല്ല, അല്ലെങ്കിൽ അവർ മാത്രമല്ല ഹിന്ദുക്കൾ, അല്ലെങ്കിൽ അവർ പറയുന്ന ആളുകൾ മാത്രമല്ല ഹിന്ദുക്കൾ എന്നൊക്കെയാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത്. അപ്പോൾ ഈ പ്രസംഗത്തിൻ്റെ പേരിൽ ഹിന്ദുമതത്തെയും സനാതനധർമ്മത്തെയും അവഹേളിച്ചു എന്ന് പറയുന്ന പരാതി ബീഹാറിൽ സമർപ്പിക്കപ്പെട്ടത് നേരിട്ട് മജിസ്ട്രേറ്റ് കോടതിയിലാണ്. മജിസ്ട്രേറ്റ് കോടതിയാണ് ആ ഹർജി ആ പരാതി സ്വീകരിച്ചുകൊണ്ട് കേസെടുത്ത് ഭാരതീയ നിയമസംഹിതയുടെ വിവിധ വകുപ്പുകൾ ചൂണ്ടിക്കാണിച്ച് നൽകിയ പരാതി സ്വീകരിച്ചു കേസെടുത്തിട്ട് അടുത്തൊരു ദിവസം നിശ്ചയിച്ചിട്ട് ആ ഹർജി പരാതി പരിഗണിക്കാൻ വച്ചിരിക്കുന്നു. നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ആരും ഇങ്ങനെ മജിസ്ട്രേറ്റ് കോടതിയിൽ പോയി കേസ് കൊടുക്കാൻ തയ്യാറായതായിട്ട് എവിടെയും കാണുന്നില്ല, റിപ്പോർട്ട് ചെയ്യപ്പെട്ടതില്ല. രാജ്യത്തെ ഒരു കോടതിയിലും അങ്ങനെ കേസുള്ളതായി റിപ്പോർട്ടുകളില്ല. ഇനി വേറൊരു സാധ്യതയുള്ളത്, അത് വ്യക്തികളോ സംഘടനകളോ ചെയ്യേണ്ട കാര്യമില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, പൊടുന്നനെ ഒരു ശക്തമായ മഴ പെയ്യുന്നു, അത് ചിലപ്പോൾ മേഘവിസ്ഫോടനം ഒക്കെ ആവാം. എന്നിട്ട് റോട്ടിൽ വെള്ളക്കെട്ടുണ്ടായി എന്ന് വിചാരിക്കുക. ഇങ്ങനെ റോട്ടിൽ വെള്ളക്കെട്ടുണ്ടായാൽ സ്വമേധയാ കേസെടുക്കുന്ന കോടതികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. സമൂഹത്തിൽ സ്പർദ്ധ വളർത്തി അതുവഴി രാജ്യത്തിൻ്റെ സ്വൈരവും സമാധാനവും തകർക്കാൻ ശ്രമിച്ചു എന്ന ആരോപണം കേട്ടാൽ
കോടതികൾക്ക് വേണമെങ്കിൽ സ്വമേധയാ കേസെടുക്കാം. പക്ഷേ അങ്ങനെയും കേസെടുത്തതായിട്ട് അറിവില്ല, അങ്ങനെ കേസെടുത്തിട്ടുമില്ല. തിരഞ്ഞെടുപ്പ് വന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഒരു മാസം കഴിഞ്ഞു, പുതിയ സർക്കാരുണ്ടായി, പുതിയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഈ വിദ്വേഷ പ്രസംഗങ്ങളെ വളരെ പെട്ടെന്ന് അങ്ങോട്ട് മറന്നു കഴിഞ്ഞിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇലക്ഷൻ പ്രൊസീഡിങ്സ് തുടങ്ങുന്നത് ഫെബ്രുവരിയിലാണ്. ഒരു 4 മാസത്തെ കാലയളവേ ഉള്ളൂ. ഈ 4 മാസത്തിനുള്ളിൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കുന്ന BJP നേതാവ് ലോകത്തൊരു പക്ഷേ മറ്റൊരു നേതാവും നടത്താത്ത വിധത്തിൽ, ഇന്ത്യയിൽ ഒരു നേതാവും നടത്താത്ത വിധത്തിൽ തുടർച്ചയായി വിവിധ വിഭാഗങ്ങൾക്കിടയിൽ വൈരമുണ്ടാക്കാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്ന വിധത്തിൽ പ്രസംഗിക്കുന്ന, വർഗീയമായ വിദ്വേഷം ജനിപ്പിക്കാൻ പാകത്തിൽ പ്രസംഗിക്കുന്ന പല ഇൻസിഡൻസ് ഉണ്ടായിട്ടും അതൊരു പ്രശ്നമായിട്ട് നമ്മുടെ മതനിരപേക്ഷ ജനാധിപത്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന പാർട്ടികൾക്കോ നേതാക്കൾക്കോ വ്യക്തികൾക്കോ തോന്നുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഇത് നമ്മൾ വളരെ പെട്ടെന്ന് മറന്നു പോകുന്നത്. ഇങ്ങനൊരു പ്രശ്നം നടന്നായിട്ട്, ഇങ്ങനൊരു പ്രസംഗം നടന്നായിട്ടോ, അല്ലെങ്കിൽ ഈ പ്രസംഗം സമൂഹത്തിന് ആഘാതമേൽപ്പിക്കുന്നതായിരുന്നുവെന്നോ അത് പരിഹരിക്കപ്പെടണം എന്നോ, ഈ പ്രസംഗത്തിൽ പറയുന്നതെല്ലാം, ഓരോ പ്രസംഗം എടുത്താലും അതിൽ പറയുന്നതെല്ലാം അവാസ്തവങ്ങളാണ്, ഇത് അവാസ്തവമാണ് എന്ന് ജനങ്ങളെ അറിയിക്കണം എന്നോ നമുക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ചുരുക്കത്തിൽ വർഗീയ ദ്വേഷം വളർത്തി അധികാരം പിടിക്കുകയും അതിലൂടെ രാജ്യത്തിൻ്റെ സ്വഭാവം മാറ്റുകയും ചെയ്യുന്നവർക്ക് സൗകര്യം ഒരുക്കി കൊടുക്കുന്നത് നമ്മൾ തന്നെയാണ് എന്ന് പറയാം. അപ്പുറത്ത് രാഹുൽ ഗാന്ധിക്കെതിരെ പുതിയ കേസുണ്ട്, ദയാനിധിമാരുടെതിരായ കേസുകൾ തുടരുന്നുണ്ട്. ഇനി അങ്ങോട്ട് ഇത്തരം കേസുകൾ ഇത്തരം നേതാക്കൾക്കെതിരെ വരാനിരിക്കുന്നുണ്ട്. അവരൊക്കെ, രാഹുൽ ഗാന്ധി ഇപ്പോൾ അടുത്ത് കോടതിയിൽ ഹാജരായി ജാമ്യം എടുക്കുന്ന കാഴ്ച കണ്ടു. മറ്റു കോടതികളിൽ പോയി അവരുടെ ഭാഗം വിശദീകരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പുറത്ത് ഇത്തരം പരാമർശങ്ങളൊക്കെ ഉണ്ടായാൽ ആ പരാമർശങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് എന്തെങ്കിലും ചെറിയ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതിനപ്പുറത്ത് അതിലെ അവാസ്തവം ബോധ്യപ്പെടുത്താൻ, അത് സമൂഹത്തിന് ഏൽപ്പിക്കുന്ന ആഘാതത്തിന് നിയമപരമായ പരിഹാരം കണ്ടെത്താനുള്ള ഒരു ശ്രമവും ഉണ്ടാകുന്നില്ല എന്ന വസ്തുതയാണ് തെരഞ്ഞെടുപ്പ് ഫലം വന്ന് 1 മാസം കഴിയുമ്പോൾ നമ്മളുടെ മുമ്പിൽ നിൽക്കുന്നത്.